കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് തന്നെ ബീഹാറിൽ നരേന്ദ്രമോദി പ്രചരണം നടത്തുമ്പോൾ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു പേരാണ് ഈ കർപ്പൂരി താക്കൂർ. അദ്ദേഹം വളരെ താഴ്ന്ന ഒരു സമുദായത്തിൽ നിന്നും സ്വപ്രയത്നത്താൽ ഉയർന്നു വന്ന് സംസ്ഥാനത്തെ ആ താഴ്ന്ന വിഭാഗങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവായിട്ട് വളർന്നു വന്ന ഒരു നേതാവാണ്. 70കളിലായിട്ട് 2 തവണ അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തി. ബീഹാറിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ്. അവിടെ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനമെടുത്ത് ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനനായകൻ എന്ന വിളിപ്പേര് തന്നെ ലഭിച്ചത്. അത്തരത്തിൽ ജനകീയനായി മാറിയ ജനസമ്മതിയുള്ള ഒരു നേതാവാണ് കർപ്പൂരി താക്കൂർ. മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അദ്ദേഹത്തെ എടുത്ത് ഉയർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് തന്റെ ബീഹാറിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കർപ്പൂരി താക്കൂറിന്റെ 100ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ട് രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. അത് സംസ്ഥാനത്തിനുള്ള ഒരു തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് നേടാനായിട്ട് കർപ്പൂരി താക്കൂറിനെ പോലെ സംസ്ഥാനം ഒന്നടങ്കം ആദരിക്കുന്ന ഒരു നേതാവിന് അവാർഡ് കൊടുത്തുകൊണ്ട്, ഭാരതരത്ന പോലൊരു ബഹുമതി കൊടുത്തുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു നീക്കമാണ് നരേന്ദ്രമോദി അവിടെ നടത്തിയത്.